അപ്പൊ നമ്മൾ ദൃശ്യം 3 കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്ലോട്ടില്ലേ. നമ്മളിപ്പം ദൃശ്യം 2-ലും 1-ലൊക്കെ കണ്ടിരുന്നു. സംഭവം സ്റ്റോറിയിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്, അതായത് ദൃശ്യം 1-ലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുണിന്റെ ബോഡി എവിടെയെന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്നാൽ പോലും മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ജോർജ് കുട്ടി എങ്ങനെ ആ കുടുംബത്തെ രക്ഷിക്കും എന്നുള്ളതാണ്. അതേ മെയിൻ സംഭവം തന്നെയാണ് 3-ലും വരുന്നത്. 2-ലും 1-ലും 2-ലും പറഞ്ഞ അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് 3-ലും വരുന്നത്. പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് ആ ഫാമിലി, ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ആ ഒരു ഫാമിലി അനുഭവിച്ച സ്ട്രഗിളുകൾ, ഇതൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം കാണിക്കുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും കഥ തുടങ്ങുന്നത്. അതെ, നമ്മൾ ഫസ്റ്റ് ഹാഫില് കണ്ട ഒരു എന്താണ് ആ ഒരു വേലല്ല സെക്കൻഡ് ഹാഫില് എന്താ പറയാ വേറെ ഒരു രീതിയിലാണ് പോണത്, പ്ലോട്ട് പോണത്. സെക്കൻഡ് ഹാഫ് ശരിക്കും കഥ എൻ്റർ ചെയ്യുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫ് അതുകൊണ്ട് വേഗം തീർത്തിക്കണം. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ ഫസ്റ്റ് ഹാഫ് ഉള്ളൂ, ബാക്കി 1.5 മണിക്കൂർ സെക്കൻഡ് ഹാഫ് ഉണ്ട്. അതുപോലെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്കറിയാം ഇവർ ഈ ജോർജ് കുട്ടീൻ്റെ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പലരെയും അറിയാതെ തന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജോർജ് കുട്ടീൻ്റെ ഫാമിലിൻ്റെ സൈഡ് അല്ലാതെ കൂടി തന്നെ ഈ മറ്റുള്ളവരെ എങ്ങനെ ഹേർട്ട് ചെയ്തു അവരെ ഒരു സൈഡ് ലൈന് കൂടി ഈ ഫിലിമിൽ കാണിക്കുന്നുണ്ട്, കർമ്മ ഹിറ്റ്സ് ബാക്ക് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കർമ്മ മോഹൻലാലിനെയും ജോർജ് കുട്ടീനെയും ഫാമിലിനെയും എഫക്ട് ചെയ്യുന്നത് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. വെറൈറ്റി ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് അവരുടെ കുടുംബത്തിനെ മാത്രം ടോപ്പാക്കി കാണിച്ച് ബാക്കിയുള്ളവർ താഴത്തേക്ക് കിട്ടുന്ന ഒരു രീതിയില്ല. ആ ഒരു സംഭവം വഴി ആരൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടോ അതൊക്കെ അവരൊക്കെ സ്ട്രഗിൾ അതിൽ കാണിച്ചു വരുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് അവതരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു എല്ലാവരും ഉണ്ട്, അതായത് 1-ലും 2-ലും ഒരു മൊത്തം കോമ്പിനേഷൻ ആയിട്ട് അധികം ആൾക്കാരും ഇതിലുണ്ട്. പിന്നെ കുറച്ച് പുതിയ കഥാപാത്രങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ തോറ്റമ്മല് ഇല്ല കേട്ടോ. അവരെന്തോ കൊണ്ടാടുന്ന അവരെ മിസ് ചെയ്ത് തോറ്റമ്മല് മാത്രം കണ്ടില്ല. പിന്നെ എന്തോ ഒരു ബോറടിപ്പിക്കാണ്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. എന്താ വെച്ചാൽ പൊതുവേ ജിത്തു ജോസഫിനെ കുറിച്ച് പറയുന്നത് ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് ആണ് ജിത്തു ജോസഫ്. മ്യൂസിക് ഒക്കെ ഒരു ടൈപ്പ് ആയിട്ട് മ്യൂസിക് ലെവൽ. പക്ഷെ എന്താ വെച്ചാൽ ആ സ്റ്റോറിന്റെ ബേസ് കൊണ്ട് പടം നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. മേക്കിംഗ് എന്നൊക്കെ പറയാൻ ഇപ്പൊ ദൃശ്യം 1-ആയാലും 2-ആയാലും നമുക്ക് മേക്കിംഗ് അത്ര എടുത്ത് പറയാനില്ല. ഒക്കെ സ്റ്റോറിനെ കൊണ്ടും അതുപോലെ ആ ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ആ സിനിമ പിടിച്ചു നിന്നത്. അപ്പൊ 3-ലും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മേക്കിംഗ് നമുക്ക് വലിയ അടിപൊളിയായിട്ട് എടുത്ത് പറയാനില്ല. ഒക്കെ ആ സ്റ്റോറി തന്നെ, ആ പ്ലോട്ടാണ് ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ ആ ഒരു മോഹൻലാൽ ഒരു ബ്രില്യൻസ്, ആ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ ബ്രില്യൻസ്, എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് അത് 1-ലും 2-ലുള്ള പോലെ തന്നെ ഇതിലുണ്ട്. 1-ലും 2-ലും പറയുന്നത് പോലെ തന്നെ അയാൾ ഒരു സാധാരണക്കാരനല്ല, അത് ഇതിലും പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾ മൂവി കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. ഒരുപാട് ഇതിലും എന്താണ് പറയാ 1-ഉം 2-ലും പോലെ തന്നെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് കുറേ ഉള്ളത്. പക്ഷെ എനിക്ക് പേഴ്സണലി കുറച്ചൊക്കെ വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറേയൊക്കെ ട്വിസ്റ്റും ടേൺസ് ഒക്കെ ഉണ്ടായി, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ OG സഹദേവൻ ഇസ് ബാക്ക്. അതുപോലെ തന്നെ OG സഹദേവൻ ഈസ് ബാക്ക്. നമ്മൾ ഫസ്റ്റിൽ എങ്ങനെയാണോ സഹദേവന്റെ റോള് നമുക്കറിയാലോ, ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്. ഇതിൽ 3-ല് പോലീസ് ഓഫീസർ ഇല്ലെങ്കിൽ കൂടി എന്താ പറയാ അതേ സെയിം സ്വഭാവം തന്നെ, ഒരു മാറ്റവും ഇല്ല, അതേ ചീപ്പ് സ്വഭാവം തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആ ഒരു ക്യാരക്ടറിന്റെ എന്താ പറയാ തീവ്രത എന്താ പറയാ കുറച്ചുകൂടി കൂടുതലായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് വില്ലനിസം കറക്റ്റ് അങ്ങനെ തന്നെ പറയാം. പിന്നെ അറിയാതെ സിദ്ദീഖിന്റെ കഥാപാത്രം കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഇതിൽ. നമ്മൾ 1-ലും 2-ലും കണ്ട ഒരു ഭയങ്കര സ്ട്രോങ് ആണ് ആ ഒരു സ്ട്രോങ് ക്യാരക്ടറും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ബ്രില്യൻസ് കൊണ്ടുള്ള കുറച്ചിതിലും ജോർജ് കുട്ടി എന്ന ക്യാരക്ടർ വഴിതെറ്റി പോകുന്നുണ്ട്. അതാണ് മെയിൻ. ജോർജ് കുട്ടി ഇതുവരെ 1-ലും 2-ലും ജോർജ് കുട്ടി നയിക്കണ പോലെയാണ് എന്താ പറയാ ബാക്കി എല്ലാവരും ആ വഴിയിലാണ് ഫോളോ ചെയ്യുന്നത്. ജോർജ് കുട്ടി മുന്നേ കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട് എങ്ങനെയാവുന്നൊക്കെ. പക്ഷെ ഇതില് സിദ്ദി കുറച്ചും കൂടി ബ്രില്യൻ്റ് ആണ്. അപ്പോൾ ജോർജ് കുട്ടിക്ക് ചില സമയത്ത് അത് ഫോളോ അപ്പ് ചെയ്യാതെ എന്താ പറയാ വഴിതെറ്റിപ്പോയ ഭാഗങ്ങളൊക്കെ ഉണ്ട് സിനിമയില്. പിന്നെ ഗീതാ പ്രഭാകർ അവർക്ക് പിന്നെ പ്രത്യേകിച്ച് റോള് കുറവാണ്. അതെ, ഗീതാ പ്രഭാകർ ഇപ്പോൾ എന്താ പറയുക മനസ്സിൽ വാശി കൊണ്ട് നടക്കണ തന്നെയാണ്. കുറച്ചുകൂടി ഒരു ഡിപ്രഷനൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ വാശിക്കൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ആ കുടുംബം എങ്ങനെയെങ്കിലും നശിച്ചു കാണണം അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ പറയാനുള്ളത് വരുൺ പ്രഭാകരനെ കുറിച്ചാണ്. ഒരൊറ്റ സീനും പോലെ ആളില്ല, പക്ഷെ സിനിമ മൊത്തം കൊണ്ടായത് ആളാണ്. ഫസ്റ്റ് മുതലേ പറയണം. ഫസ്റ്റിലുണ്ട്, സെക്കൻഡിലും ഇല്ല, തേർഡിലും ഇല്ല. പക്ഷെ കാര്യത്തിൽ കൊടുക്കണം. സിനിമയിൽ എവിടെയില്ല, കാണാൻ പറ്റൂല. പക്ഷെ മെയിൻ ആണ്, പുള്ളിയാണ് മെയിൻ. ഇതിൽ പിന്നെ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഭയങ്കര കോടീശ്വരനായിട്ടുള്ളൊരു എന്താ പറയുക ജോർജ് കുട്ടീനാണ് കാണിച്ചു തരുന്നത്. അതിൽ തന്നെ ജോർജ് കുട്ടി ഒരു മൂവി എടുക്കുന്നുണ്ട്. അത് ഈ അവരുടെ ജീവിത കേസുകളൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് തന്നെയാണ് ആ മൂവിയും പോകുന്നത്. അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈസ്റ്ററാനിന്റെ ക്യാരക്ടർ കുറച്ചുകൂടി ഒരു മോഡേൺ ആയി ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി,
അതുപോലെ തന്നെ അത് എന്താ പറയുക തന്നിഷ്ടത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അൻസിബിന്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഒരു അച്ഛനെ അനുസരിക്കുന്ന, അച്ഛൻ പറയുന്നതിന് അപ്പുറത്തേക്കൊന്നും ചിന്തിക്കാത്തൊരു പെൺകുട്ടി. പക്ഷെ നേരെ ഈസ്റ്ററിന്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. കുറച്ചും കൂടി എന്താണ് ഒരു മോഡേൺ ചിന്താഗതി മാത്രമല്ല, കുറച്ചും കൂടി മെച്ചോർഡാണ്. അവള് കുറച്ചുകൂടി മെച്ചൂർഡാണ്. പക്ഷെ അൻസിബ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ട്രോമ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ട്രോമയിൽ ഇനിയും പുറത്ത് വന്നിനോന്ന് ചോദിച്ചാൽ പുറത്ത് വന്നു, പക്ഷെ ഫുള്ളായിട്ട് ഒരു എന്താ പറയാ ഒറ്റക്ക് ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടായിട്ടില്ല. അത് ആ ഒരു ട്രോമ അങ്ങനെ ലൈഫിനെ തന്നെ ബാധിച്ച അവസ്ഥയിലാണ് സിനിമയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫിലിമിൽ മെയിൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2-ലുള്ളതുപോലെ തന്നെ ആണെങ്കിൽ 2-ലും 1-ലും ഒക്കെ പറയണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും എന്താണ് നമ്മൾ വേട്ടയാടിക്കൊണ്ടേയിരിക്കും, നമുക്ക് ഒരിക്കലും ഹാപ്പി ആവാൻ പറ്റില്ല. അത് ഈ 3-ലും പറയുന്നുണ്ട്. അവർ ഫാമിലി എന്താണ് സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി എന്താ പറയാ ഒരുപാട് ഇപ്പൊ ആ കേസിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും അവരുടെ മെന്റൽ ഹെൽത്ത് ഇപ്പോഴും ഓക്കെ അല്ല. അതാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം അതാ കാണിക്കുന്നത്. ഇവരൊരു മെന്റൽ ട്രോമ, ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രഷർ. ജോർജ് കുട്ടി ഇപ്പൊ കിടന്നിട്ട് ഇപ്പോൾ ഉറക്കം വരുന്നില്ല. അതൊക്കെ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫാണ് പിന്നെ റിയൽ സ്റ്റോറി തുടങ്ങുന്നത്. നമ്മൾ എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും നമ്മൾ ചെയ്തതിന്റെ എന്താ പറയാ നമുക്ക് ആ പശ്ചാത്താപം ഉണ്ടല്ലോ, നമ്മളത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമ്മളത് സറണ്ടർ ചെയ്തിട്ട് നമ്മളാണ് ആ സെറ്റ് ചെയ്തത് എന്ന് പുറം ലോകത്ത് അറിയിക്കുന്നത് വരെ നമുക്കുള്ളിൽ അതെന്താണ് പുറത്തറിയോ എന്നുള്ളതും താൻ ചെയ്തത് തെറ്റാണോ എന്നുള്ളതൊക്കെ നമ്മളെ ഉള്ളിൽ അതിങ്ങനെ തങ്ങിക്കൊണ്ടേയിരിക്കും. അത് ഈ 3-ലും റെലവെന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഓരോ ആൾക്കാരുടെ മാനസികാവസ്ഥയും. അതായത് ജോർജ് കുട്ടീനെ ഒരു കൊലയാളിയായിട്ട് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അതായത് അതിനെ ന്യായീകരിക്കുക, അതിനൊരു വലിയ സംഭവമാക്കി വെക്കുക, കുടുംബത്തിന് വേണ്ടിയാണ് അത് ചെയ്തത് കൂടി അത് തെറ്റ് തന്നെയാണെന്ന് അത് ആ ക്യാരക്ടർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താ പറയാ ഇന്നൊരു എന്താ പറയാ ഒരു ക്രിമിനലായിട്ട് എന്റെ കുടുംബം കാണുമെന്നൊക്കെ ഒരു കൺസേൺ ഒക്കെ പങ്കുവെക്കുന്നുണ്ട് ആ ഒരു ജോർജ് കുട്ടി എന്ന കഥാപാത്രം എടുത്ത് വെച്ചിട്ട്. പിന്നെ ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പിന്നെയും എന്താണ് ചിലപ്പോൾ നമ്മൾ ആ കുടുംബത്തിന് തന്നെ ജോർജ് കുട്ടിക്ക് ഹേർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അതുപോലെ 3-ലും എന്താ പറയാ ജോർജ് കുട്ടി കിടിലനായി പഴയതുപോലെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കീഴടങ്ങാൻ നോക്കുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾ സിനിമ കണ്ടാൽ നമ്മൾ പറഞ്ഞ സ്പോയിലർ ആയിപ്പോ. പിന്നെ 4ലേക്കുള്ള ഒരു പ്ലോട്ടും അതെ അത് പിന്നെ അടുത്ത പാർട്ടിയും വരാന്നുള്ള ഒരു സൂചന നൽകിയിട്ട് തന്നെയാണ് സിനിമ എൻഡ് ചെയ്ത് വെക്കുന്നത്. പക്ഷെ 3-ൽ അവസാനിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഇനിയും ഇത് വൈരാഗ്യം മൂത്ത് ഇനിയും ഒരു ഫാമിലിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് നമുക്ക് തന്നെ കണ്ട് സഹിക്കാൻ പറ്റണില്ല. ഇനി ഒരു പാർട്ട് എടുക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ വെറുതെ ഒരു പ്ലോട്ട് ഇട്ട് വെച്ചെന്നുള്ളൂ. പിന്നെ വേറെ പിന്നെ എന്ന് വെച്ചാൽ സ്റ്റോറി വേറെ ലെവലിൽ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ഇതന്നെ ഇനി എടുത്തു കഴിഞ്ഞാൽ ഇതന്നെ എനിക്ക് ഞാൻ സക്സസ് ആവോ അല്ലെങ്കിൽ ഇത് ഈ 1-ഉം 2-ഉം പോലെ തന്നെ 3 ആവോ എന്നുള്ളൊരു ലെവലിലേക്ക് പടം കൊണ്ടേ. പക്ഷെ ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് 1-ഉം 2-ഉം പോലെ തന്നെ 3 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പുതുമയില്ല എന്ന് തോന്നിപ്പോയി. പക്ഷെ എങ്കിൽ കൂടിയും അടിപൊളിയായിട്ട് എടുത്തിക്കണം. നമുക്ക് നിരാശ തോന്നൂല. നമ്മളിപ്പോ പ്രതീക്ഷിച്ച് പോയി പടം കണ്ടു കഴിഞ്ഞാണെങ്കിൽ ആ പ്രതീക്ഷക്കൊത്തുള്ള ഒരു സാധനം പടത്തിലുണ്ട്. പക്ഷെ എന്താ പലർക്കും കൺഫ്യൂഷൻ ആണ്. അതുപോലെ ദൃശ്യം 1-ഓ 2-ഓ പോലെ സക്സസ് ആവോ, 3 അതുപോലെ ഹിറ്റ് ആണോ എന്നൊക്കെ ഡൗട്ട് അടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊരു കണ്ടിന്യൂവേഷൻ ആണ്. ആ കണ്ടിന്യൂവേഷൻ അവർ അതിൻ്റെതായ രീതിയിൽ തന്നെ നല്ല ഭംഗിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ സെക്കൻഡിനെക്കാളും ബെറ്റർ ആണോ ബെസ്റ്റ് ആണോ എന്നുള്ളതല്ല, ആ ഒരു കണ്ടിന്യൂഷനിൽ അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുവന്നു. കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. 1-നേക്കാളും 2-നേക്കാളും ബെറ്റർ ആണോ എന്നുള്ള കമ്പാരിസൺ ആവശ്യമില്ല. അതിന്റെ ഒരു ആ ഒരു കണ്ടിന്യൂറ്റി കറക്റ്റ് അതിന്റെ രീതിയിൽ. ഇപ്പൊ നമ്മളൊരു എന്താ പറയാ വെബ് സീരീസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഒന്ന് കഴിഞ്ഞ് അടുത്ത് കാണുമ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ട് ആ ഒരു ലെവലിൽ തന്നെ ഈ സാധനം കൊണ്ട് എൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഓക്കെയാണ്. ടിക്കറ്റ് എടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ലെവലിൽ ഒരു പടമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അത്രയ്ക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ.